ഹലോ ബിഡി. ഹായ്. എക്സാം പ്രിപ്പറേഷനിലാ? അതെ അതെ. സ്ലൈഡ് ഒക്കെ ആക്കി കഴിഞ്ഞാ? സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാനുണ്ട്, പിന്നെ കുറച്ച് PYQs കാര്യങ്ങളും സെറ്റ് ആക്കാനുണ്ട്. എനിക്കൊന്ന് അക്കൗണ്ടൻസിയിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടോ ഓണം എക്സാമിന് വേണ്ടിയിട്ട്? ഇല്ല, 1-2 ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ, അധികം കുട്ടികൾക്ക് പഠിക്കാനൊന്നും. ഇപ്പൊ എക്കണോമിക്സ് നോക്കുന്ന സമയത്ത് +1 5 ചാപ്റ്റർ ഉണ്ട്, +2 3 ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഈ ലാസ്റ്റ് മിനിറ്റ് പഠിക്കുന്നതിനെ പറ്റി എന്താണ് സാറിന്റെ അഭിപ്രായം? വളരെ മോശം അഭിപ്രായമാണ്. കാരണം എന്താ വെച്ചിട്ടാണെങ്കിൽ ഈ അവസാന ഘട്ടത്തിൽ കുട്ടികൾ പഠിക്കുമ്പോഴാണ് കുട്ടികൾക്ക് എക്സാമിനോട് അനുബന്ധിച്ച് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അത് +1 കേസിലേക്ക് നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കുട്ടികൾ ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടത്തിലേക്ക് വെക്കുമ്പോൾ ടെൻഷൻ കൂടാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണ്. എന്നാൽ +2 കേസിലേക്ക് നോക്കുകയാണെങ്കിൽ +1 അവർ എന്ത് പഠിച്ചോ അതിന്റെ അഡ്വാൻസ് ലെവലാണ്. സ്വാഭാവികമായിട്ടും അവിടെയും അവർ ലേറ്റ് ആക്കാണെന്നുണ്ടെങ്കിൽ, പ്രൊക്കാസിനേഷൻ നടത്താണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെയും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അൾട്ടിമേറ്റ്ലി എക്സാമിനോടനുബന്ധിച്ച് ടെൻഷൻ കൂടാനുള്ള ഒരു പരിപാടിയാണ് ഈ പ്രൊക്കാസിനേഷൻ, നീട്ടി വെക്കുക, ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ എന്ന് പറഞ്ഞാണെങ്കിൽ. അപ്പോൾ മിക്ക ആൾക്കാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നതാണ്, ഈ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പഠിക്കുന്നത് ബെസ്റ്റ് ടൈമാണ്, രാത്രി ലേറ്റ് നൈറ്റ് ആയിട്ട് പഠിക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നൊക്കെ. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് ഏത് സമയത്താണ് പഠിച്ചാൽ കൂടുതൽ മനസ്സിലാവുക, അല്ലെങ്കിൽ ഏത് സമയമാണ് കുട്ടികൾ ഇപ്പം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറയുന്നത്? സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല. അത് ഡിപ്പെൻസ് ഓൺ കുട്ടികളെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ടാവും. കാരണം ഓരോരുത്തർക്കും ഓരോ ടോണാണ്. കാരണം എന്നെ സംബന്ധിച്ചോളം ചിലപ്പോൾ ഞാൻ മോർണിംഗ് ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക, മാമിനെ സംബന്ധിച്ച് മാമിൽ ഇപ്പോൾ നൈറ്റ് ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. നമ്മളെ കൂട്ടത്തിൽ ചില കുട്ടികളുണ്ട്, അവർ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞ ഉടനെ കിടന്നുറങ്ങും, ഭക്ഷണം കഴിച്ചിട്ട് കിടന്നുറങ്ങും കുട്ടികൾ. എന്നിട്ട് നൈറ്റ് 2 മണിക്ക് എഴുന്നേറ്റിട്ട് ആ സമയത്ത് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ ഏർലി മോർണിംഗ് 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇതൊന്നും അല്ലാതെ രാത്രി 7 മണിക്ക് ഈവനിങ് സമയത്ത് ഇരുന്ന് പഠിക്കുന്ന പിള്ളേരുണ്ട്. സോ നമുക്ക് എപ്പോഴാണോ മനസ്സിലാകുന്നത്, നമുക്ക് എപ്പോഴാണോ ഓക്കെ ആയിട്ടുള്ള ടൈം, ആ സമയത്ത് പഠിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് മോർണിംഗ് തന്നെ പഠിക്കണം എന്നൊരിക്കലും നിർബന്ധമില്ല. ബട്ട് മോർണിംഗ് പഠിച്ചുകൊണ്ടിരുന്നത് നല്ലത്. അങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട് പല ആളുകളും, മോർണിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അത്രയേ ഉള്ളൂ. ഏതാണ് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് തോന്നുന്ന ടൈം, ആ ടൈമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഓണം എക്സാമിനെ പറ്റി ചോദിച്ചപ്പോഴാണ്, സാറിന്റെ ഈ അധ്യാപക ജീവിതത്തിൽ ഓണം എക്സാമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും രസകരമായ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഒരു ട്രാജഡി ഉണ്ടായിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയിൽ ക്ലാസ്സിലൊക്കെ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സൂപ്പർ കിഡിലും മോളുണ്ടായിരുന്നു. അപ്പോൾ ഇയാളെ കേസിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ എക്സാമിലൊക്കെ കയറി ചെന്നപ്പോൾ അയാൾക്ക് കുറച്ച് ആൻസേഴ്സ് മാത്രമേ എഴുതിയിട്ടേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കുമല്ലോ എന്ത് പറ്റി എന്നുള്ളത്. അപ്പോൾ നോക്കുന്ന സമയത്താണ് അയാൾക്കൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ കുട്ടി പറഞ്ഞു, സാർ എനിക്ക് എന്തായാലും എഴുതാൻ പറ്റുന്നില്ല, എനിക്ക് ഭയങ്കര തലവേദന ആവുന്നു, എനിക്ക് ഭയങ്കര പ്രശ്നം വരുന്നു. അപ്പം ഞാൻ പാരൻസിനെ വിളിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും പാരന്റ് വന്ന് എനിക്ക് റിപ്പോർട്ട് എന്ന് വെച്ചാൽ കുട്ടിക്ക് നല്ല ഫിയർ ആണ്, എക്സാം ഫിയർ ആണ്. എക്സാക്ട്ലി. സോ എക്സാം ഫിയർ ഉണ്ടായതിനെ കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ ആൻസർ വിളിച്ച് പറയുന്ന കുട്ടിയെ പോലും തളർത്താൻ ആ ഒരു എക്സാം ഫിയറിന് കാരണമായി എന്നുള്ളതാണ്. ഒരുപാട് കുട്ടികൾക്കുള്ളൊരു പ്രശ്നമാണ് എക്സാം ഫിയർ. അതായത് എക്സാമിന് തലേന്ന് ഭയങ്കര തലവേദന അല്ലെങ്കിൽ പനിയൊക്കെ ഉണ്ടാവുക, പഠിച്ചതൊക്കെ മറന്നു പോവുക. ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് റിവിഷൻ ചെയ്യാത്തതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കിട്ടുന്ന ചാപ്റ്റേഴ്സ്, ഇപ്പം നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഒരുപാട് ക്ലാസ്, സൈലത്തിന്റെ ആയാലും ഒരുപാട് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററും തറലി പഠിക്കുക, അല്ലെ, കൃത്യമായിട്ട് പഠിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സാം ഫിയറും ടെൻഷനും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി പറ്റുള്ളൂ. എക്സാക്ട്ലി. അവിടെ പറഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ടായിരുന്നു. കാരണം നമ്മളെ ഫിയറും കോൺഫിഡൻസും തമ്മിലൊരു എന്താ പറയുക, ഒരു ബാറ്റിലുണ്ട്. അതാണ് ആക്ച്വലി എക്സാം ഫിയർ കൊണ്ടുതരുന്നത് എന്നുള്ളതാണ്. ഫിയറിനേക്കാൾ മുകളിലാണ് നമ്മൾ കോൺഫിഡൻസ് എന്നുണ്ടെങ്കിൽ ഡസന്റ് മാറ്റർ, അവിടെ നമ്മൾ വിജയിച്ചു. എന്നാൽ നേരെ മറിച്ച് നമ്മൾ കോൺഫിഡൻസ് താഴെയും ഫിയർ മുകളിലും ആണെങ്കിൽ അതാണ് നമുക്ക് പലപ്പോഴും എക്സാമിന് സമയത്ത് പനി, തലവേദന, പള്ളവേദന, കാലുവേദന, അങ്ങനെ പല അസുഖങ്ങളായിട്ട് നമ്മുടെ ബോഡിയിൽ റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. മാം പറഞ്ഞ പോലെ തന്നെ നേരത്തെ കാലത്ത് കുറച്ച് ആദ്യമേ നമ്മളൊന്ന് റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആദ്യമേ നമ്മൾ പഠിക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രോബ്ലത്തെ ഓവർകം ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീഡിയോൻ പറഞ്ഞ പോലെ തന്നെ ഈ കോൺഫിഡൻസ് നല്ല ഹൈ ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് സൈഡിൽ നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു അടിപൊളി ലോഞ്ചും പ്ലാനും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. സോ യെസ്, അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ സാറിന് എന്തെങ്കിലും ആഡ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, മക്കളെ നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യുക, ടീം സൈലന്റ് കൊമേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. കാരണം നമുക്ക് ഇനി മുൻപോട്ട് പോകുമ്പോൾ കുറേ കാര്യങ്ങൾ, കാരണം പല കുട്ടികൾക്കും അറിയാത്ത പല കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ വർഷം പറയേണ്ടതായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറുകയാണ്. സോ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറുന്നത് കൊണ്ട് തന്നെ പല കുട്ടികൾക്കും അറിയില്ല എന്താണ്, എവിടെ നിന്നാണ്, എങ്ങനെയാണ് ചോദ്യം വരാന്നുള്ളത്. സോ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമ്മൾ ഓരോരുത്തരും നിങ്ങളുടെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾ ഓരോരുത്തരും ഒരുമിച്ച് നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, യാത്ര ചെയ്യാം. സോ സ്റ്റേ ട്യൂൺഡ് വിത്ത് ടീം സൈലന്റ് കൊമേഴ്സ്.